യൂണിവേഴ്സൽ കോളേജിലെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ നിസ, പത്തനംതിട്ട യൂണിവേഴ്സൽ കോളേജിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി മാത്സ് വിഭാഗം അധ്യാപികയാണ്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പെയർ ഓഫ് ഇക്വേഷൻസ് പേരിൽ തന്നെയുണ്ട്. പെയർ ഓഫ് ഇക്വേഷൻ്റെ പെയർസ്, അതായത് 2 ഇക്വേഷൻസ് എടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് നമുക്ക് വേണ്ടുന്ന സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാം, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള 2nd ചാപ്റ്ററായ ഇക്വേഷൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ കണക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 8ാം ക്ലാസ്സിലെ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ബേസ് കുറച്ച് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. അപ്പം 8ാം ക്ലാസ്സിലെ ഇക്വേഷൻസ് അത് വെച്ചിട്ട് തുടങ്ങാം. എന്താണ് ഇക്വേഷൻ? പേരിൽ തന്നെ നമ്മൾ എപ്പോഴും പറയും ഇക്വേഷൻ നോക്കി ഇക്വേഷൻ പഠിച്ചു. എന്താണ് ഒരു ഇക്വേഷൻ? എന്തിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുക? ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. മാത്തമാറ്റിക്കൽ എല്ലാം ഒരുപാട് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനെ എല്ലാത്തിനും നമുക്ക് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ ഇക്വേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ, അതാണ് മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് ഡിനോട്ട് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, 4 + ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 4 + 3 = 7. 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ 7. അപ്പൊ നോക്കിയേ, നമ്മളിവിടെ ഈക്വൽ ടു സൈൻ ഇട്ട് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പൊ ഇത് ഇക്വേഷന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ ഈക്വൽ സൈൻ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷന് 2 ഭാഗങ്ങളുണ്ട്, 2 സൈഡ് ഉണ്ട് അല്ലേ? ലെഫ്റ്റ് സൈഡും ഉണ്ട്, റൈറ്റ് സൈഡും ഉണ്ട്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. LHS ആൻഡ് RHS. LHS = RHS ആയിരിക്കണം. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? അവിടെ ഈക്വൽ സൈൻ ഇട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് = റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് LHS = RHS ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയാം? ഒരു സ്റ്റേറ്റ്മെന്റിനെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയാം. ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത്, നിങ്ങൾ 8ാം ക്ലാസ്സിൽ എന്തിനെ പറ്റിയിട്ടാണ് പഠിച്ചിരുന്നത്? ഓൾജിബ്രിക് ഇക്വേഷൻ. അതാ 1 വേരിയബിൾ ഓൾജിബ്രിക് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം, എന്താണ് ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ? എന്താ ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ? നമുക്ക് അറിഞ്ഞുകൂടാത്ത വാല്യൂസ്, അൺനോൺ വാല്യൂസിനെ ഏതെങ്കിലും ആൽഫബറ്റിന്റെ കേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടോ ഡിനോട്ട് ചെയ്ത് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഇക്വേഷൻ ആക്കുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഇപ്പോ നമുക്ക് അറിഞ്ഞൂടാ 4ന്റെ കൂട്ടത്തിൽ എന്ത് കൂട്ടിയാലാണ് 7 കിട്ടുക? നമുക്ക് അറിഞ്ഞൂടാ. അൺനോൺ വാല്യൂ ആണല്ലോ, നമുക്ക് അറിഞ്ഞൂടല്ലോ. അപ്പൊ ഈ അൺനോൺ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ലെറ്റേഴ്സിന്റെയോ സിമ്പിൾസിന്റെയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് x എന്നാണ്. അപ്പൊ 4 + x = 7. ഇതൊരു ഓൾജിബ്രിക് ഇക്വേഷന്റെ എക്സാമ്പിൾ ആയി. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത വാല്യൂസിനെ, അൺനോൺ വാല്യൂസിനെ സിമ്പിൾസിന്റെയോ ലെറ്റേഴ്സിന്റെയോ ആൽഫബറ്റിന്റെയോ ഒക്കെ ബേസിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഓൾജിബ്രിക് ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഒന്നാമത് നോക്കിക്കേ, ഈ x നമ്മൾ ആൽഫബറ്റ് ആയിട്ടും സിമ്പിൾ ആയിട്ടും കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇവിടെ ഏതാ? x. അതിന് നമ്മൾ പറയുന്ന പേര് വേരിയബിൾ. പേരിൽ നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് വേരിയബിൾ, വേരി ചെയ്യുന്നത്, അതായത് വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഇപ്പൊ നോക്കിയേ, ഇവിടെ x-ന്റെ വാല്യൂ 3 ആണെന്ന് പറഞ്ഞു വന്നാൽ ഈ x അവിടൊക്കെ പോകുന്ന അവിടൊക്കെ 3 ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് വേറൊരു ഇക്വേഷൻ പോയാൽ ആ ഇക്വേഷന്റെ ബേസിൽ ചിലപ്പോൾ x-ന്റെ വാല്യൂ 10 ആയിരിക്കാം, മറ്റൊരു ഇക്വേഷനിൽ -24 ആയിരിക്കാം, മറ്റൊരിടത്ത് 1/2 ആയിരിക്കും. അതൊക്കെ നമ്മൾ എടുക്കുന്ന ഇക്വേഷനെ ബേസ് ചെയ്ത് ഇരിക്കും അല്ലെ? വേരി ചെയ്യുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന ആൽഫബറ്റ്സിനെ അല്ലെങ്കിൽ സിമ്പിൾസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? വേരിയബിൾ എന്ന് പറയുന്നു. ഇവിടുത്തെ നമ്മുടെ വേരിയബിൾ ഏതാണ്? x ആണ് വേരിയബിൾ. ബാക്കി നമ്മുടെ ഇക്വേഷനിന്റെ അകത്ത് 2 നമ്പേഴ്സ് മാത്രം ഉണ്ടല്ലേ? ഏതാ? 4ഉം
7. അപ്പോൾ 4നെയും 7നെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേര്, നമ്പേഴ്സിനെ മാത്രം പറയുന്ന പേരാണ് കോൺസ്റ്റന്റ്. എന്താ കോൺസ്റ്റന്റ്? സ്ഥിരമായിട്ടുള്ളത്. അതിന്റെ വാല്യൂസിന് വ്യത്യാസമൊന്നും വരുന്നില്ല. മറ്റൊരു ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ 4 എന്നിട്ട് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ 4 അല്ലാതെ വേറെ ഏതെങ്കിലും ആയി പോകുന്നുണ്ടോ? ഇല്ല. 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ, അതിന്റെ വാല്യൂവിന് ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്പേഴ്സിന് ഒരു ഇക്വേഷൻ്റെ അകത്ത് നമ്പേഴ്സ് മാത്രമായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഏത്? കോൺസ്റ്റന്റ്. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഒരു ഇക്വേഷൻ്റെ അകത്ത് വേരിയബിളിനെയും കോൺസ്റ്റന്റിനെയും കൂടെ നമുക്ക് ഒരുമിച്ച് പറയാം. ആ ഒരുമിച്ച് പറയുന്നതിനെ നമ്മൾ എന്തെന്ന് റെപ്രസെന്റ് ചെയ്യും? ടേംസ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഒരു ഇക്വേഷൻസിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയാം? അതിൻ്റെ അകത്തെ വേരിയബിൾസിനെയും കോൺസ്റ്റന്റിനെയും കൂടെ ഒരുമിച്ച് നമ്മൾ ടേംസ് എന്ന് പറയുന്നു. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതായി നമ്മൾ കൊടുക്കുന്ന അല്ല ആൽഫബറ്റിനെയോ സിമ്പിൾസിനെയൊക്കെ നമ്മൾ വേരിയബിൾസ് എന്ന് പറയുന്നു. ഇവിടുത്തെ നമ്മുടെ വേരിയബിൾ ഏതാണ്? എക്സ് ആണ്. പിന്നെ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്. ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? 4ഉം 7. അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഒരു 1 വേരിയബിൾ ഇക്വേഷൻ ആണ് അല്ലെ. 1 വേരിയബിൾ ഓൾജിബ്രിക് ഇക്വേഷന്റെ എക്സാമ്പിൾ ആണ് ഇത്. 4 + x = 7. നിങ്ങൾ 8-ലെല്ലാം പഠിച്ചുകൊണ്ടിരുന്ന 1 വേരിയബിൾ ഇക്വേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് ഒറ്റൊരു വാല്യൂ കാണും, ഒറ്റൊരു വേരിയബിളെ കാണത്തുള്ളൂ. ഇപ്പൊ എക്സ് ആണെങ്കിൽ എക്സ്, വൈ ആണെങ്കിൽ വൈ, അല്ലെങ്കിൽ നമ്മൾ ഏത് ആൽഫബറ്റ് ആണോ കൊടുക്കുന്നത്, ഏത് തൊട്ട് വരെയുള്ള ഏതെങ്കിലും ആൽഫബറ്റ് കൊടുത്താൽ അതെന്താ? ഒറ്റൊരു വേരിയബിളെ അവിടെ കാണും. അതിനെ നമ്മൾ 1 വേരിയബിൾ എന്ന് പറയും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബേസിക് ആയിട്ട് എന്തൊക്കെയാണെന്നുള്ളത്, ഈ ടേംസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു 1 വേരിയബിൾ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം. ഇവിടെ ഇതൊക്കെ നിങ്ങൾ 8-ൽ പഠിച്ചിട്ടുള്ള, നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കുക. കാരണം ഇതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് 9-ലെ നമ്മുടെ പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഒരു 1 വേരിയബിൾ ഇക്വേഷന്റെ എക്സാമ്പിൾ ആണ് ഞാൻ എഴുതുന്നത്. 2x + 4 = 12. 2x + 4 = 12. നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഒരു 1 വേരിയബിൾ ഇക്വേഷൻ ഇവിടുത്തെ വേരിയബിൾ ഏതാണ്? എക്സ് ആണ്. കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? 4ഉം 12ഉം ആണ്. നമ്മുടെ ഇവിടുത്തെ ടേംസ് ഏതൊക്കെ? ഇക്വേഷൻ്റെ അകത്തെ ടേംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 2x, 4, 12. ഇത്രയുമാണ് ഇക്വേഷൻ്റെ അകത്തെ ടേംസ്. അപ്പൊ നമുക്കിവിടെ ഹൗ ടു സോൾവ് ദിസ് ഇക്വേഷൻ, ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, എക്സിന്റെ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ അതിൽ ഏതൊരു ഇക്വേഷൻ, ഒരു 1 വേരിയബിൾ ഇക്വേഷൻ സോൾവ് ചെയ്താലും അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടുവിന്റെ ഒരു സൈഡിലേക്ക് വേരിയബിൾസിനെ എല്ലാം അറേഞ്ച് ചെയ്യുക, മറ്റു സൈഡിലേക്ക് കോൺസ്റ്റന്റിനെ എല്ലാം അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഒരു 1 വേരിയബിൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈക്വൽ ടുവിന്റെ ഒരു സൈഡിലേക്ക്, ഈക്വൽ സൈഡിന്റെ 1 സൈഡിലേക്ക് നമ്മൾ വേരിയബിൾസിനെ അറേഞ്ച് ചെയ്യുക, മറ്റൊരു സൈഡിലേക്ക് കോൺസ്റ്റന്റിനെ അറേഞ്ച് ചെയ്യുക. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇവിടെ കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? 4ഉം + 4ഉം + 12. അതായത് +4ഉം +12ഉം ആണ്. നമുക്ക് അപ്പോൾ അതിനെ ഒരുമിച്ച് അറേഞ്ച് ചെയ്യാം. അപ്പോൾ കോൺസ്റ്റന്റിനെ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ടേംസിനെ അറേഞ്ച് ചെയ്യുമ്പോഴും അവിടെ നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ റൂൾ അപ്ലൈ ചെയ്യാനുണ്ട് അല്ലേ. എന്താണ് ആ റൂള്? ഒരു പോസിറ്റീവ് ടേം ഈക്വൽ ടുവിന്റെ മറ്റൊരു സൈഡിലേക്ക് പോയാൽ അതെന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഒരു നെഗറ്റീവ് ടേം ഈക്വൽ ടുവിന്റെ മറ്റു സൈഡിലേക്ക് പോയാൽ അത് പോസിറ്റീവായിട്ട് മാറും. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ടേമിനെ ഈക്വൽ ടുവിന്റെ മറ്റു സൈഡിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? മറ്റു സൈഡിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ടേമിനെ ഈക്വൽ ടുവിന്റെ മറ്റു സൈഡിലേക്ക് അറേഞ്ച് ചെയ്താൽ അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഈ എക്സാമ്പിളിലൂടെ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കി, ഈ എക്സാമ്പിൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ സോൾവ് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടുത്തെ നോക്കിക്കേ, +4 +4നെ ഈക്വൽ ടുവിന്റെ മറ്റു സൈഡിൽ കൊണ്ടുപോയാൽ എന്ത് നമുക്ക് കിട്ടും? -4 ആവും. അപ്പൊ 2x = 12 - 4 അല്ലേ. 12 - 4 എത്രയാണ്? 8. അപ്പോ 2x = 8 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. 2x = 8 ആയാൽ that implies x = 8/2. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്ര ആണെന്നുള്ളത്? 4 ആണെന്നുള്ളത് കിട്ടി. നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? 3x/4 - 2 = 10. അപ്പോൾ ഇവിടുത്തെ ടേംസ് ഏതൊക്കെയാണ്? 3x/4 ഒരു ടേമാണ്, -2 ഒരു ടേമാണ്, 10 മറ്റൊരു ടേമാണ്. കോൺസ്റ്റന്റ് ഏതൊക്കെയാണ്? -2 കോൺസ്റ്റന്റ് ആണ്, 10ഉം കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ ഏതാണ്? 3x. നമ്മളിവിടുത്തെ ഈ ടേമാണ് ഇവിടുത്തെ ഏത് വേരിയബിളിന്റെ ഫോമിലേക്ക് പോയേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? വേരിയബിളിനെ എല്ലാം ഒരു സൈഡിൽ അറേഞ്ച് ചെയ്യുക, കോൺസ്റ്റന്റിനെ മറ്റു സൈഡിലേക്ക് പോകുക. അപ്പൊ 3x/4
-2 ഈക്വൽ ടു മറ്റു സൈഡിൽ പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് നമ്പർ അപ്പർ സൈഡിൽ പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? പോസിറ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എഴുതാം 10 + 2. 10 + 2 എത്രയാണ്? 12. അപ്പൊ നമുക്ക് ഇടത്തില്ലേ 3x/4 = 12. ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ അല്ലേ? ഇവിടെ 4നെ വേറൊരു കോൺസ്റ്റന്റിനോട് കിടപ്പുണ്ട്. ഏതാണ്? 3/4 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റും കൂടെ. അപ്പൊ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടേമിനെ ഈക്വൽ ടു മറ്റു സൈഡിൽ പോയാൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3x, that implies 3x = 12 × 4. 12 × 4 എത്രയാണ്? 48. അങ്ങനെ നമുക്ക് പറയാം 3x = 48. അടുത്ത എന്താ? എക്സിന്റെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂ 3x എന്ന് പറഞ്ഞാൽ എന്താ? 3 × x. അപ്പൊ ഇൻറ്റു ചെയ്ത ടേമിനെ ഈക്വൽ ടു മറ്റേ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. That implies x = 48/3 = 16. ഇത്രയുമാണ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് 9ലെ നമ്മുടെ 3rd ചാപ്റ്റർ ആയ പെയർ ഓഫ് ഇക്വേഷന്റെ കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ തുടങ്ങുകയാണ് പെയർ ഓഫ് ഇക്വേഷൻ 3ാമത്തെ ചാപ്റ്റർ ആയ പെയർ ഓഫ് ഇക്വേഷൻസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയേ, there are 100 beads in a box. ഒരു ബോക്സിൽ 100 beads, 100 മുത്തുകളുണ്ട്. Some black and some white. ചിലത് എന്താണ്? കറുത്ത മുത്തുകളാണ്, ചിലത് വെളുത്ത മുത്തുകളാണ്. ഇനി ബാക്കി എന്താ പറയുന്നത് നോക്കി. 10 more black than white. അതിൽ കറുത്ത മുത്തുകൾ എന്ന് പറഞ്ഞാൽ വെളുത്ത മുത്തുകളെക്കാട്ടി എത്ര കൂടുതലാണെന്നാ പറഞ്ഞേക്കുന്നത്? 10 എണ്ണം കൂടുതലാണ്. 10 more black than beads. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കേണ്ടേ? ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ്. എത്ര കറുത്ത മുത്തുകളുണ്ട്, എത്ര വെളുത്ത മുത്തുകൾ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഏത് മാത്സിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഏത് കവേർഡ് പ്രോബ്ലം ആയിക്കോട്ടെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എടുത്ത് എഴുതാം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ബോക്സ് there are 100 beads in a box എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ ഒരു ബോക്സിന്റെ അകത്ത് എത്ര ഉണ്ട്? 100 മുത്തുകളുണ്ട്. അപ്പൊ നമുക്ക് എഴുതാം ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എത്ര ബീഡ്സ് ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? 100 ബീഡ്സ്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? റിലേഷൻ ആണ് അല്ലേ? കറുത്ത മുത്തുകളും വെളുത്ത മുത്തുകളും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ നമുക്ക് ആ റിലേഷൻ എഴുതാം. ഞാൻ ഇവിടെ കറുത്ത മുത്തിനെ ബി എന്നും വൈറ്റ് ബീഡിനെ വെളുത്ത മുത്തിനെ ഡബ്ല്യു എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ കറുത്ത മുത്ത് ബ്ലാക്ക് ബീഡ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബീഡ്സിനെക്കാട്ടിലും 10 കൂടുതലാണ്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അത് 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ്? ഇതൊരു 1 വേരിയബിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഒന്നൊന്നുമായിട്ടുള്ള റിലേഷൻ അവിടെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യനെ 1 വേരിയബിൾ ഇക്വേഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ നോക്കി, ഇവിടെ ഇപ്പൊ നമ്മുടെ മുത്തുകളുടെ കാര്യമല്ലേ? അവിടെ കറുത്ത മുത്തുകൊണ്ട് വെളുത്ത മുത്തുകൊണ്ട്. ആ രണ്ടിന്റെ തമ്മിൽ റിലേഷൻ അല്ലേ പറഞ്ഞേക്കുന്നത്? കറുത്ത മുത്ത് എന്ന് പറഞ്ഞാൽ വെളുത്ത മുത്തിനെക്കാട്ടിലും 10 കൂടുതലാണ്. അങ്ങനെ റിലേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ആ ക്വസ്റ്റ്യൻ ഏത് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും? അത് 1 വേരിയബിൾ ഇക്വേഷൻ ആയിരിക്കും. ഇനി എങ്ങനെ നമുക്ക് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാവുന്നതാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് മനസ്സിലായി, എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അത് 1 വേരിയബിൾ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഒന്നൊന്നുമായിട്ടുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ അത് 1 വേരിയബിൾ ഇക്വേഷൻ. ഇനി അടുത്തത് വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ അങ്ങ് എക്സ് എന്നോ വൈ എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വേരിയബിൾസ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 കാര്യം കണ്ടുപിടിക്കാനുണ്ട്. ഹൗ മെനി ബ്ലാക്ക് ആൻഡ് ഹൗ മെനി വൈറ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എത്ര കറുത്ത മുത്തുണ്ട് എത്ര വെളുത്ത മുത്തുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടിനും അങ്ങനെ ക്വസ്റ്റ്യനിൽ എന്താണോ കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്നിട്ട് കൊടുക്കാം. അത് വെച്ച് പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതിന് പല മെത്തേഡുകളുണ്ട്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കിയേ, ഇവിടെ എന്തുണ്ടെങ്കിലേ മറ്റൊന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കേ, വെളുത്ത മുത്തുകളുടെ വൈറ്റ് ബീഡുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലാക്ക് ബീഡ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ എന്തുണ്ടെങ്കിലേ മറ്റൊന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞെടുക്കുക? വേരിയബിൾ ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന വേരിയബിൾ. അപ്പൊ നമുക്കിവിടെ വെളുത്ത മുത്തുണ്ടെങ്കിലേ കറുത്ത മുത്തിനെ 2 എണ്ണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എഴുതാം, ലെറ്റ് x be the number of black beads, number of white beads.
അപ്പൊ ലെറ്റ് എക്സ് ബി എന്തുണ്ടെങ്കിലേ മറ്റൊന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് വൈറ്റ് ബീഡ് ഉണ്ടെങ്കിലേ ബ്ലാക്ക് ബീഡ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വൈറ്റ് ബീഡിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് ബീഡിന്റെ എണ്ണം വരുന്നെങ്കിൽ എത്ര ആയിരിക്കും? നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് is equal to എത്രയാണ്? വൈറ്റ് ബീഡിനെക്കാട്ടിലും 10 കൂടുതലാണ്. അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 10. ഓക്കെ ആയില്ലേ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലേ? എക്സ് പ്ലസ് 10 എന്ന് പറഞ്ഞ ഓൾജിബ്രിക് എക്സ്പ്രഷനും എക്സ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ആയിട്ടല്ലേ മാറ്റിയേക്കുന്നത്. ഇനി നമുക്ക് എക്സ്പ്രഷനെ എന്താക്കി മാറ്റണം? ഒരു ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് വേണം നമുക്ക് എക്സിന്റെ വാല്യൂ, വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഹിന്റ് ആണ് ഏത്? അവിടെ ടോട്ടൽ മുഴുവൻ മുത്തുകളുടെയും എണ്ണം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 100 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വെള്ള മുത്തുകളും കറുത്ത മുത്തുകളും മുഴുവനായിട്ട് 100 എണ്ണങ്ങളുണ്ട്. അപ്പൊ നോക്കിയാൽ വെള്ളമുത്തിന്റെ എണ്ണത്തിന് നമ്മൾ എക്സ് എന്ന് പറഞ്ഞല്ലേ എടുത്തേക്കുന്നത്. അപ്പൊ എക്സ് പ്ലസ് വൈറ്റ് ബീഡ്സിന്റെ എണ്ണമായ നമ്പറായ എക്സ് പ്ലസ് ബ്ലാക്ക് ബീഡ്സിന്റെ എത്ര നമ്പർ ഉണ്ടെന്ന് നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് പ്ലസ് 10. വെള്ള വൈറ്റ് ബീഡിനെക്കാട്ടിലും 10 കൂടുതലാണ്. അപ്പൊ എക്സ് പ്ലസ് 10 is equal to എത്ര നമുക്ക് എഴുതാം? 100 ആണെന്ന് എഴുതാം. വെള്ളമുത്തുകളുടെയും കറുത്ത മുത്തുകളുടെയും സം എന്ന് പറഞ്ഞാൽ 100 ആണ്. ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ, ഒരു ഓൾജിബ്രിക് ഇക്വേഷൻ ആയിട്ട് മാറിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം? ഇക്വേഷൻ ആയി കഴിഞ്ഞ് ഇനി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ എക്സ് പ്ലസ് എക്സ് എത്ര? എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 10 is equal to 100. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു വൺ വേരിയബിൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? വേരിയബിൾസ് ഈക്വൽ ടു വൺ സൈഡിലാക്കുക, കോൺസ്റ്റന്റിനെ എല്ലാം മറ്റൊരു സൈഡിലേക്ക് മാറ്റുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ? 10ഉം 100ഉം ആണ് അല്ലേ? അപ്പൊ നമുക്ക് അതിനെ ഒരു സൈഡിലേക്ക് മാറ്റാം. പോസിറ്റീവ് 10 ഈക്വൽ ടു മറ്റു സൈഡിലേക്ക് പോകുമ്പോൾ അത് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പൊ 2x is equal to 100 minus 10. That is 2x is equal to എത്ര എന്ന് പറഞ്ഞു? 90 കിട്ടി. നമുക്ക് ഇനി എന്താ ഇതിന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. 2x എന്ന് പറയുന്നത് എന്താ? 2 into x. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് ഇൻറ്റു ചെയ്ത ടേമിനെ ഈക്വൽ ടു അപ്പുറം പോയി കഴിഞ്ഞാൽ മറ്റു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 45. അതായത് ലെറ്റ് എക്സ് ബി ദ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? വൈറ്റ് ബീഡുകളുടെ എണ്ണത്തിനെ നമ്മൾ എക്സ് എന്ന് പറഞ്ഞെടുത്തു. അപ്പൊ ആ എക്സിന്റെ വെള്ളമുത്തുകളുടെ എണ്ണത്തിനെ നമ്മൾ എത്ര എന്ന് പറഞ്ഞു കിട്ടി? 45. അപ്പൊ ആ വൈറ്റ് ബീഡ്സ് 45 ആയാൽ അതിനെക്കാട്ടി 10 കൂടുതലാണ് ഏതിൻ്റെത്? ബ്ലാക്ക് ബീഡിന്റെ. അപ്പൊ ബ്ലാക്ക് ബീഡ് കറുത്ത മുത്തുകൾ എത്ര ഉണ്ട്? 45 പ്ലസ് 10 55. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് നമ്മൾ എത്ര എന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത്? എക്സ് അല്ലേ? ദാറ്റ് ഈസ് എക്സ് ആണ്. ദാറ്റ് ഈസ് എക്സിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 45. അങ്ങനെയാണെങ്കിൽ ഇനി നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എത്ര ആയിരിക്കും? നമ്പർ ഓഫ് ബ്ലാക്ക് beads, number of black beads is equal to എത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്? വൈറ്റിനെക്കാട്ടിലും 10 കൂടുതൽ. that is x plus 10. x ന്റെ വാല്യൂ 45 ആണ്. 45 വെള്ളമുത്തുകളുണ്ട്. that is 45 plus 10 55. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു 100 വെള്ളമുത്തുകളിൽ 55 എണ്ണം ബ്ലാക്ക് ബീഡ്സും 45 എണ്ണം വൈറ്റ് ബീഡ്. നമ്മുടെ കണ്ടീഷനും കറക്റ്റ് വന്നില്ലേ? വെള്ളയെക്കാട്ടിലും 10 കൂടുതലാണ് ഏത്? കറുത്ത മുത്തുകൾ, ബ്ലാക്ക് ബീഡ്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് പോർഷൻ ആയിട്ട് നമ്മൾ 2 വേരിയബിൾ ഇക്വേഷൻസ് പഠിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെല്ലാം നമ്മൾ ഇത്രയും ക്ലാസ്സിൽ പഠിച്ചെല്ലാം ഭംഗിയായിട്ട് നോട്ടൊക്കെ എഴുതി പഠിച്ചിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.